ഓ ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മ വിദ്വരം മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം സദ്ഗുരും പ്രണതോസ്മ്യഹം. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദേഹാദി അതായത് 338 ശ്ലോകം ഒന്ന് വായിക്കാം. ദേഹാദി സംസക്തിമതോ ന മുക്തി മുക്തസ്യ ദേഹാദ്യഭിമത്യഭാവഃ സുപ്തസ്യ നോ ജാഗരണം ന ജാഗ്രതഃ സ്വപ്നസ്തയോർഭിന്നഗുണാശ്രയത്വാത്. അതായത് ദേഹാസക്തനിട്ടൊരു മുക്തിയുമില്ല, മുക്തിയുള്ളവന് ഒരുമാതിരി ഒരു ദേഹാസക്തിയുമില്ല. അപ്പോൾ ദേഹവുമായിട്ടുള്ള താതാത്മ്യം ഉള്ളിടത്തോളം കാലം മുക്തി സാധ്യമല്ല. മുക്തനായിട്ടുള്ള ഒരുവന് ദേഹത്തോട് ആസക്തിയുമില്ല. ഏതുപോലെ എന്നാണെങ്കിൽ ഉണർന്നിരിക്കുന്നവൻ ഉറങ്ങുന്നുമില്ല, ഉറങ്ങിക്കിടക്കുന്നയാൾ, ഈ രണ്ടും ഉണരുക ഉറങ്ങുക ഈ രണ്ടു കാര്യവും ഒരുമിച്ച് സാധ്യമല്ല. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാലോ, ശരീരവുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്നവൻ ഒരിക്കലും മുക്തനല്ല. മുക്തിയുടെ ലക്ഷണം ചിലപ്പോൾ ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. തമ്മിൽ സ്വാമിമാരൊക്കെ തമ്മിൽ കാണുമ്പോൾ തൊട്ടൊക്കെ നോക്കും, മുക്തനായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല കേട്ടോ അതിൻ്റെ മാനദണ്ഡം. പക്ഷേ എന്താ കാണിച്ചു തരുന്നതെന്നാണെങ്കിൽ ഈ ശരീരത്തിൽ ഞാനെന്നുള്ള ഭാവം ഉള്ളിടത്തോളം കാലം മുക്തി ഉണ്ടാകില്ല. ഇനി നമ്മൾക്ക് 339 ശ്ലോകം നോക്കാം. അന്തർബഹിസ്വം സ്ഥിരജംഗമേഷു ജ്ഞാത്വാത്മനാധാരതയാ വിലോക്യ ത്യക്ത്വാഖിലോപാധിരഖണ്ഡരൂപഃ പൂർണ്ണാത്മനായ സ്ഥിതയേഷ മുക്തഃ. അന്തർബഹിസ്വം സ്ഥിരജംഗമേഷു ജ്ഞാത്വാത്മനാധാരതയാ വിലോക്യ ത്യക്ത്വാഖിലോപാധിരഖണ്ഡരൂപഃ പൂർണ്ണാത്മനായ സ്ഥിതയേഷ മുക്തഃ. പൂർണ്ണാത്മനാ യഃ സ്ഥിത, ലാസ്റ്റ് ലൈൻ കണ്ടുവല്ലോ, പൂർണ്ണാത്മനാ യഃ സ്ഥിതഃ ഏഷഃ മുക്തഃ. യഃ സ്ഥിതഃ പൂർണ്ണാത്മനാ ഏഷഃ മുക്തഃ. അപ്പോൾ ആരാ മുക്തനായിട്ടുള്ളയാൾ എന്നാണെങ്കിൽ ആരാണോ ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ സ്ഥിതി ചെയ്യണം? പൂർണ്ണാത്മാവായിട്ട് സ്ഥിതി ചെയ്യണം. അതായത് ബ്രഹ്മസ്വരൂപമായിട്ട്, പൂർണ്ണ ബ്രഹ്മസ്വരൂപമായിട്ട് ഇവിടെ ആരാണോ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ആണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണാത്മാവായിട്ടൊന്നുമല്ല, ചൂർണാത്മാവായിട്ടാണെന്നൊക്കെ പറയണേക്കെ. ചൂർണാത്മാവെന്ന് വെച്ചാൽ ഇങ്ങനെ അല്പനായിട്ട് അല്ലേ, എപ്പോഴും അല്പത്തരമേ ഉള്ളൂ,
അല്പനായിട്ടാണ് കഴിഞ്ഞും കൂടുന്നത്. അങ്ങനെ പൂർണ്ണാത്മാവായിട്ടൊന്നുമല്ല, പൂർണ്ണബ്രഹ്മസ്വരൂപമായിട്ടൊന്നുമല്ല, അനന്ത ആത്മാവായിട്ടല്ല സാധാരണ രീതിയിൽ നമ്മെപ്പോലുള്ളവരൊക്കെ കഴിഞ്ഞുകൂടുക. പക്ഷേ എങ്കിലും മുക്തൻ എങ്ങനെയാണ്? പൂർണ്ണാത്മാവായിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടോ എങ്ങനെയാ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്നാണെങ്കിലോ, അന്തർബഹിസ്വം സ്ഥിരജംഗമേഷു ജ്ഞാത്വാത്മനാധാരതയാ വിലോക്യ. അറിഞ്ഞിട്ടാണ് അങ്ങനെ ആ ഒരു പൂർണ്ണാത്മാവായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യാനായിട്ട് സാധിക്കുക. എന്തിനെ അറിഞ്ഞിട്ട്, എന്തറിഞ്ഞിട്ടാണ് എന്നാണെങ്കിലോ, സ്ഥിരജംഗമേഷു. ജംഗമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചലിക്കുന്ന വസ്തുക്കളെയാണ് ജംഗമം. പിന്നെയോ സ്റ്റേഷനറി ആയിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നവ, സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറയില്ലേ, അതായത് ചരവും അചരവുമായിട്ടുള്ള. അപ്പോൾ ഈ ചരവും അചരവുമായിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ ഈ ജഗത്ത് മുഴുവനും ചല പ്രപഞ്ചം, അങ്ങനെയുള്ള ഈ ജഗത്ത് മുഴുവനും അകവും പുറവും ആരാണോ അകവും പുറവും ഞാൻ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഓതപ്രോതമായിട്ടിരിക്കുന്ന സത്യമാണ് ഞാൻ എന്ന് ആര് മനസ്സിലാക്കുന്നുവോ, അല്ലെങ്കിൽ ഞാനാണ് ഇവയ്ക്ക് എല്ലാറ്റിനും ആധാരം, ആത്മനാ ആധാരതയാവിലോക്യ. ഈ കാണുന്ന പ്രപഞ്ചത്തിന് എന്നെ കൂടാതെ ഒരു പ്രപഞ്ചമില്ല. ഒന്ന് നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ, എന്നിൽ നിന്നും വേറിട്ടൊരു പ്രപഞ്ചമുണ്ടോ എന്നൊന്ന് എന്നെ കൂടാതെ ഈ പ്രപഞ്ചത്തെ നോക്കി കാണാനായിട്ട് സാധിക്കുമോ എന്ന് നോക്കൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ അല്ലേ നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് വലിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തയിലുടനീളവും ഞാനെന്നും കാണും. പിന്നെ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഇത് എന്നുള്ളതും ഞാൻ എന്നുള്ളതുമാണ് ചിന്തകൾ പോലും. അപ്പോൾ അതായത് ഈ ചിന്ത, ഈ മാനസികവും ആയിട്ടുള്ളതും പ്രപഞ്ചമാണ്. മാനസിക പ്രപഞ്ചം, അന്തർപ്രപഞ്ചം, ബഹിപ്രപഞ്ചം, ഇങ്ങനെ എല്ലാറ്റിനെയും ഞാൻ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. എന്നെ കൂടാതെ ഇവിടെ വേറൊരു വെളിച്ചമില്ല, അല്ലേ? ഇങ്ങനെയൊക്കെ ആരാണോ മനസ്സിലാക്കുന്നത്? നമ്മൾക്കിപ്പോൾ ഇതൊക്കെ ശാസ്ത്രം പറഞ്ഞു തരുന്നു, അതുകൊണ്ട് അത് ഇങ്ങനെ തത്തയെ പോലെ ഇങ്ങനെ പറയുന്നു. പക്ഷേ ആരാണോ ഇത് അനുഭവിക്കുന്നത്? ആധാരം എന്ന പദത്തെ ആധാരം എന്നിവിടെ പറഞ്ഞിരിക്കുന്നുവല്ലോ, അത് ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ടോ പ്രകാശം അന്തർബഹിസ്വം സ്ഥിരജംഗമേഷു ജ്ഞാത്വാത്മനാധാരതയാ വിലോക്യ. ഞാനാണ് ഇവയെ പ്രകാശിപ്പിക്കുന്നതും ഇവയ്ക്ക് ആധാരമായിട്ടിരിക്കുന്നതും ഞാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു അറിവും ആ ഒരു അനുഭവവും അങ്ങനെയുള്ള ഒരാൾ തെക്വാ അഖില ഉപാധി അഖണ്ഡരൂപ പൂർണ്ണാത്മന, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഉപാധിയുമായിട്ടൊന്നും, ശരീരമനോബുദ്ധിയാകുന്ന ഉപാധികളുമായിട്ടൊന്നുമുള്ള താതാത്മ്യം ഉണ്ടാകില്ല. അപ്പോൾ ഈ താതാത്മ്യത്തിൽ നിന്നും എല്ലാം മുക്തനായി കഴിഞ്ഞു. ആരാണോ ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ട് താനാണ് എന്നുള്ള അറിവും അനുഭവവുമായിട്ട് ഇരിക്കുന്നത്, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉപാധി താതാത്മ്യമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ആരാണോ തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ, അങ്ങനെയുള്ള ഒരാളാണ് മുക്തൻ. ഒന്നുകൂടി ഈ ശ്ലോകം വായിക്കാം. അന്തർബഹിസ്വം സ്ഥിരജംഗമേഷു ജ്ഞാത്വാത്മനാധാരതയാ വിലോക്യ തെക്വാഖിലോപാധിരഖണ്ഡരൂപഃ പൂർണ്ണാത്മനായ സ്ഥിത ഏഷ മുക്തഃ. ഇനി അടുത്ത ശ്ലോകം. സർവാത്മതാ ബന്ധ വിമുക്തി ഹേതുഃ സർവാത്മഭാവാത് ന പരോസ്തി കശ്ചിത് ദൃശ്യാഗ്രഹേ സത്യുപപദ്യതോസൗ സർവാത്മഭാവോസ്യ സദാത്മനിഷ്ഠ്യാം സർവാത്മനാ ബന്ധവിമുക്തി ഹേതു.
വിമുക്തിക്കുള്ള ഹേതു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അല്ലെങ്കിൽ ഉപായം, മാർഗം. സർവാത്മത ബന്ധ വിമുക്തി ഹേതുഹു, ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകാനുള്ള ആ ഒരു കാരണം അല്ലെങ്കിൽ മാർഗം എന്നാണെങ്കിൽ എന്താ അത് സർവാത്മത. എല്ലാറ്റിലും ഞാൻ എന്നെ തന്നെ ദർശിക്കണം. എല്ലാറ്റിലും ഞാൻ തന്നെയാണ്, സർവ്വ ആത്മാവായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. എല്ലാറ്റിൻ്റെയും എല്ലാ ചരാചരങ്ങൾക്കും ആത്മാവ് ഞാൻ തന്നെയാണ്. എല്ലാറ്റിൻ്റെയും ആ അന്തഃസാരം ഉണ്ടല്ലോ, അത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് മുക്തിക്കുള്ള ഹേതു. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ ഒരു രീതിയിലുള്ള അനുഭവം കൂടി ഉണ്ടാകണം. എല്ലാ ചരാചരങ്ങളിലെയും ഉള്ളിൽ ഞാൻ എന്നുള്ള ആ ഒരു ഞാൻ എന്നുള്ള അഹങ്കാരമല്ല, അതിനും അധിഷ്ഠാനമായിട്ടിരിക്കുന്ന ആ ഒരു അതിൻ്റെ അന്തഃസത്തയായിട്ടിരിക്കുന്ന ആ സാരം, അതാണ് ഞാൻ എന്ന് ആര് മനസ്സിലാക്കുന്നുവോ. എന്നിട്ട് പറയാണ് സർവാത്മതാബന്ധ വിമുക്തി ഹേതുഹു സർവാത്മഭാവാത് ന പരഹ അസ്തി കശ്ചിത്. ഈ സർവാത്മഭാവത്തെക്കാളും ഉപരിയായിട്ട് വേറൊരു പദവിയൊന്നുമില്ല. വേറെ ഇതിലും വലുതായിട്ടുള്ള ഒരു സ്ഥിതിയില്ല. ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പദവിയാണ് സർവാത്മഭാവം സിദ്ധിക്കുക എന്നുള്ളത്. എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്ന അവരുടെ അന്തഃസത്ത, അവരുടെ ആരാണോ എല്ലാ ചരാചരങ്ങളെയും അവരവരുടെ പ്രവൃത്തികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രേരണയൊക്കെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊന്നിനാലാണോ എല്ലാ ചരാചരങ്ങളും സ്വകൃത്യങ്ങളിൽ വർത്തിക്കുന്നത്, അവരുടെ ആ ഒരു പ്രേരക വസ്തുവായിട്ടുള്ള അവരുടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ ചൈതന്യം, അത് തന്നെയാണ് ഞാൻ എന്ന് ആരാണോ മനസ്സിലാക്കിയ ആ അറിവും അനുഭവവും ആ സ്ഥിതിയിൽ ആരാണോ കഴിഞ്ഞുകൂടുന്നത്, ഇതിലും വലുതായിട്ടുള്ള ഒരു സ്ഥിതി വേറെയില്ല. സർവാത്മഭാവാത് ന പരോസ്തി കശ്ചിത്. ഇനിയോ ദൃശ്യാഗ്രഹേ ഉപപദ്യതേസൗ സർവാത്മഭാവോസ്യ സദാത്മനിഷ്ഠ്യ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെയാണ് നീ എന്ന് ചിലപ്പോൾ തോന്നും. വളരെ വലുതായിട്ടുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലേ, ഈ പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ തോന്നും ഞാനും നീയും ഒന്നാണ്. അപ്പോൾ പ്രണയം, അത് പ്രണയിച്ചിട്ടുള്ളവർക്കേ അതിനെക്കുറിച്ച് അതിൻ്റെ തീവ്രതയൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. എങ്കിലും സാധാരണ പ്രണയമൊന്നും വേണ്ട എങ്കിലും സാധാരണ നമ്മളുടെ സുഹൃത്ത്, അല്ലേ, നമ്മൾക്ക് പ്രണയിച്ചിട്ടില്ലാത്തവർക്കും അനവധി സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകും, അല്ലേ. അപ്പോൾ ആ സുഹൃത്ത് ബന്ധങ്ങൾ അവരുമായിട്ടൊക്കെ കൂടുമ്പോൾ നമുക്ക് എത്ര ആനന്ദമാണ്, അല്ലെ, എത്ര സന്തോഷമാണ്. ഒരേ മനസ്സ് ആയിട്ടുള്ളവരും ഒക്കെ ആയിട്ട് കൂടുമ്പോൾ എത്ര ആനന്ദമായിട്ടായിരിക്കുക. കാരണം എന്താ, എന്നെ തന്നെ ഞാൻ അവരിലും പ്രതിഫലിച്ച് കാണുന്നു. എന്നെ പോലെ തന്നെയാണ് അവരും എന്നുള്ള ആ ഒരു ഭാവത്താലാണ് ആ ഒരു ആനന്ദമൊക്കെ കിട്ടുക. അപ്പോൾ സ്നേഹിക്കുന്നവരിൽ നാം എത്രമാത്രം ഏകത്വം കാണുന്നു. ഒരാളെ സ്നേഹിച്ചാൽ അയാളുമായിട്ട് കൂടുമ്പോൾ ഒക്കെ തന്നെ ഒരു ഏകത്വം അനുഭവപ്പെടാറുണ്ട്. അതേസമയത്ത് എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ എത്രമാത്രം ആനന്ദമായിരിക്കും. ഈ സർവാത്മഭാവത്തിൽ എത്രമാത്രം ആനന്ദമായിരിക്കും. ഒരാളെ സ്നേഹിക്കുന്നവരെ, അല്ലേ, അച്ഛനമ്മമാർക്ക് തൻ്റെ മക്കൾ വരുന്നത് കാണുമ്പോൾ അവരുടെ മുഖം ഒന്ന് ഒരു ചിരി വരും, അല്ലേ, എന്തെന്നില്ലാത്ത ഒരാനന്ദം അവർക്കപ്പോൾ തോന്നും. മക്കൾക്കും തോന്നും അച്ഛനമ്മമാരെ കാണുമ്പോൾ. അപ്പോൾ ഒരു സന്തോഷമാണത്. അപ്പോൾ നോക്കൂ, ഈ ലോകം മുഴുവനും ഇതേപോലെ ഏകത്വമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന മഹാത്മാക്കളുടെ ആനന്ദം അത് അവർക്കേ മനസ്സിലാകുകയുള്ളൂ, അല്ലേ. അപ്പോൾ ഈ സർവാത്മത എല്ലാവരെയും താനായിട്ട് കാണുന്ന ഒരവസ്ഥ, ഇതാണ് മുക്തി ഹേതു എന്നുള്ളത്. ഈ അറിവ് അത് എല്ലാം ആത്മാ മാത്രമാണ്. ഇവിടെ ബാക്കിയെല്ലാം സത്യത്വമില്ല. ബാക്കി ഒന്നിനും സത്യവസ്തുവായിട്ടുള്ള എന്നിൽ കാട്ടിക്കൂട്ടുന്ന വേക്കൂത്തുകളാണ്, അല്ലെങ്കിൽ പ്രകടമായി കാണുന്ന വിവിധ ഭാവങ്ങളാണ് ഇതെല്ലാം എന്നുള്ള അറിവാണ് മുക്തിക്ക് ഹേതു. അപ്പോൾ അതെങ്ങനെ കിട്ടും? അസൗ സർവാത്മഭാവ
ഈ ഒരു സ്ഥിതി സർവാത്മഭാവം എന്നുള്ളത് ഉപപദ്യതേ നേടിയെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെ ഉപപദ്യതേ, എങ്ങനെയാണെന്ന് ഇവിടെ ആചാര്യ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ദൃശ്യ അഗ്രഹേ അഗ്രഹേ സതി, അതായത് പ്രപഞ്ചത്തെ കാണുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് മുഴുവനും പ്രപഞ്ചത്തെയാണ്, അല്ലെങ്കിൽ ഭേദങ്ങളിലാണ് നമ്മളുടെ ശ്രദ്ധ മുഴുവനും. ഏകത്വത്തിൽ, നാനാത്വത്തിലാണ് നമ്മുടെ ശ്രദ്ധ. ഏകത്വത്തെ ആരും, അല്ലെങ്കിൽ ആ ഒന്നിനെ ആരും ശ്രദ്ധിക്കുന്നു പോലുമില്ല, അല്ലേ? ഒരിക്കൽ അഷ്ടാവക്ര മുനി സദസ്സിലേക്ക്, ജനക മഹാരാജാവിൻ്റെ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇങ്ങനെ 8 വളവുണ്ട് അത്ര. അതുകൊണ്ടാണ് അത്ര അഷ്ടാവക്രൻ എന്നുള്ള പേര് പോലും ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം കയറി വന്നപ്പോൾ സദസ്സിലുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈരൂപ്യം കണ്ടപ്പോൾ ചിരിച്ചു പോയി. ഇങ്ങനെ വളവൊക്കെ ആയിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ പണ്ഡിതന്മാരൊക്കെ ഒന്ന് ചിരിച്ചു പോയി അത്ര. ജനക മഹാരാജാവ് ചിരിച്ചില്ല. അദ്ദേഹം ജ്ഞാനിയാണല്ലോ, പാണ്ഡിത്യം മാത്രമല്ല ജ്ഞാനവും അറിവും അനുഭവവും ഒക്കെ ഉണ്ട്. ജനക മഹാരാജാവ് ചിരിച്ചില്ല. ഇവരെല്ലാവരും ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ അഷ്ടാവക്ര ഉണ്ടല്ലോ, ആ മുനി പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ജനക മഹാരാജാവ് ചോദിക്കുകയാണ്, അതെ, ഇവരെല്ലാവരും ചിരിച്ചത് എനിക്ക് മനസ്സിലായി, എന്തുകൊണ്ടാണ് ഇവർ ചിരിച്ചത് എന്ന്. പക്ഷെ അങ്ങ് എന്തിനാണ് ചിരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അഷ്ടാവക്ര മുനി പറയുന്നുണ്ട്, ജനക മഹാരാജാവിൻ്റെ വാക്യസദസ്സ് അല്ലെങ്കിൽ ജ്ഞാനസദസ്സിൽ കുറേ ചെരുപ്പ് കുത്തികളാണല്ലോ ഇരിക്കുന്നത് എന്ന്. അപ്പോൾ ചെരുപ്പ് കുത്തികൾ എന്ന് പറഞ്ഞാൽ അവരെ അധിക്ഷേപിച്ചതൊന്നുമല്ല. ചെരുപ്പ് കുത്തുക എന്ന് വെച്ചിട്ട്, ചെരുപ്പ് കുത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, തൊലിപ്പുറമേക്കാണ്, തൊലി കൊണ്ടാണ് അവരുടെ, അല്ലെ, സ്കിൻ എടുത്തിട്ടാണ് അവരുടെ ജോലി. അതുപോലെ തന്നെയാണല്ലോ ഇവിടെ ഇവിടെ ഉള്ളവരും, ഇവരും നോക്കുന്നത് പുറമേക്ക് മാത്രമാണല്ലോ, കുത്തുന്നത് പുറമേക്കാണല്ലോ എന്ന് പറയണ്ടായി. അപ്പോൾ അതുപോലെ ഈ സർവാത്മഭാവം എന്ന് വെച്ചാലും വേറൊന്നിനെ, പ്രപഞ്ചത്തിൻ്റെ അഗ്രഹമാണ് അവിടെ. അഗ്രഹേ സതി, ദൃശ്യ അഗ്രഹേ സതി, പ്രപഞ്ചത്തെ അല്ല കാണുന്നത്, മറിച്ച് അതിൻ്റെ അധിഷ്ഠാനത്തെയാണ് കാണുന്നത്. ഇപ്പം ലോകത്തെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു മുക്ത അവസ്ഥയൊന്നും നേടില്ല. എപ്പോഴാണോ തന്നിൽ നിന്നും അന്യമായിട്ടുള്ളതിനെ കാണാതെ താനായിട്ട് തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരവസ്ഥയാണ് മുക്തി എന്നൊക്കെ ഉള്ളത്. അപ്പം എല്ലാം കാണുന്നും അറിയുന്നുമുണ്ട്, എല്ലാം തന്നിൽ തന്നെയാണ് എന്നുള്ള അറിവ്, അതിനെയാണ് മുക്തി അവസ്ഥ. അതെങ്ങനെയാണ് കാണുക? പ്രപഞ്ചത്തിൽ നിന്നും, ഈ ഭേദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചിട്ട് അഭേദത്തിൽ ശ്രദ്ധിക്കൂ, അപ്പോൾ അത് അറിയുമാറാകും. ഇപ്പം സർവപ്രപഞ്ചത്തിനും ആധാരമായിട്ടുള്ളത് ഞാൻ തന്നെ എന്നുള്ള തിരിച്ചറിവ്, ഇതിൻ്റെ സത്യം, ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ട് വിളങ്ങുന്ന ആ സത്യവസ്തുവാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നതാണ് മുക്തി. അപ്പോൾ അതിനെ അറിയണമെങ്കിലോ ഈ ഭേദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടി ഇത് വായിക്കാം. സർവാത്മതാ ബന്ധവിമുക്തിഹേതു സർവാത്മഭാവാന്ന പരോസ്തി കശ്ചിത് ദൃശ്യാഗ്രഹേ സത്യുപപദ്യതേ സോ സർവാത്മഭാവോസ്യ സദാത്മനിഷ്ഠ്യാ. അടുത്തത് ഇത് കുറച്ച് മീറ്റർ ശാർദൂല വിക്രീഡിതമാണെന്ന് തോന്നുന്നു. ദൃശ്യസ്യാഗ്രഹണം കഥം नु ഘടത്തെ ദേശാത്മനാതിഷ്ഠതോ ബാഹ്യാർത്ഥാനുഭവ പ്രസക്ത മനസഃ തത്തത്ക്രിയാ കുർവതഃ സന്യസ്താഖില ധർമ്മ കർമ്മ വിഷയൈഃ നിത്യാത്മനിഷ്ഠാപരൈഃ സത്വജ്ഞൈഃ കരണീയമാത്മനി സദാനന്ദേച്ഛുഭിഃ യത്നതഃ. ഒന്നുകൂടി വായിക്കാം. ദൃശ്യസ്യാഗ്രഹണം കഥം नु ഘടത്തെ ദേഹാത്മനാതിഷ്ഠതോ ബാഹ്യാർത്ഥാനുഭവ പ്രസക്ത മനസഃ തത്തത്ക്രിയാഃ കുർവതഃ സന്യസ്താഖില ധർമ്മ കർമ്മ വിഷയൈഃ നിത്യാത്മനിഷ്ഠാപരൈഃ
തത്വജ്ഞൈഃ കരണീയമാത്മനി സദാനന്ദേച്ഛുഭിർയത്നതഃ. അപ്പോൾ ആരാണോ, എന്താ ഇതുവരെ പറഞ്ഞത്, ആരാണോ പൂർണ്ണ ബ്രഹ്മസ്വരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നത്, പൂർണ്ണ ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നത്, യഹ മുക്തഃ, അങ്ങനെയുള്ള ഒരുവൻ മുക്തനാണ്. അപ്പം ഈ അവസ്ഥ തന്നെയാണ്, ഈ മുക്തി അവസ്ഥ, മുക്തിയുടെ ഈ അവസ്ഥ തന്നെയാണ് സർവാത്മഭാവം, സർവാത്മത എന്നൊക്കെ പറയുന്നത്. അതായത് ഇത് ഒന്നിൻ്റെ വിസ്താരമാണ് ഈ ലോകം, ചിന്മാത്ര വിസ്താരിതം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് സത്യം, ഒന്നാണ് എന്നുള്ള ആ ഒരു അറിവ്. അപ്പം ഈ മുക്താവസ്ഥയിലും വലിയ വേറൊരു സ്ഥിതിയില്ല, വേറൊരു പദവിയൊന്നും ഇല്ല. ഇതാണ് ഏറ്റവും വലിയ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഇത് നേടാം എന്നാണെങ്കിലോ, തന്നിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നിനെ കാണാതിരിക്കുക. അതൊക്കെ കുറച്ച് പാടാണ്, കാര്യത്തോടടുക്കുമ്പോഴറിയാം അല്ലേ. തന്നിൽ നിന്ന് അന്യമായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അല്ലേ. എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് നമ്മളുടെ രാഗദ്വേഷങ്ങൾ എല്ലാവരെയും ഭേദത്തോടു കൂടിയാണ് നാം കാണുക, താനായിട്ട് കാണുന്നേ ഇല്ല അല്ലേ. അപ്പോൾ എപ്പോഴാണോ ശരീരബുദ്ധിയുമായിട്ട്, ശരീരമനോബുദ്ധിയുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു സത്യം ദർശിക്കുവാനും സാധിക്കില്ല. അത് ആദ്യമേ പറഞ്ഞു, ശരീരമനോബുദ്ധിയുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം മുക്തനുമല്ല, മുക്തനിട്ട് ഈ ഒരു താതാത്മ്യമില്ല താനും. ഇനി എന്നിട്ട് എന്താ ഇതിനൊരു പോംവഴി എന്നാണെങ്കിൽ, ദൃശ്യസ്യ അഗ്രഹണം, ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൃശ്യസ്യ അഗ്രഹണം കഥം नु ഘടതേ ദേഹാത്മനാ തിഷ്ഠതഃ. ദേഹാത്മനാ തിഷ്ഠത, ആരാണോ ദേഹാത്മന, എങ്ങനെയായിരുന്നു വേണ്ടത്, സർവാത്മ അല്ലേ, സർവാത്മന, സർവവും എല്ലാം ഞാൻ തന്നെയാണ്, ആത്മാവാണ് എന്നാണ് മുക്തിയുടെ അവസ്ഥ. ഇവിടെ പക്ഷെ പറഞ്ഞിരിക്കുന്നു, ആരാണോ ദേഹാത്മനാ തിഷ്ഠത, ആരാണോ ദേഹമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഈ ദേഹവുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടോ അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം പുറം ലോകം, ഈ കാണുന്ന പ്രപഞ്ചം അത് സത്യമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മാസ്മരികത, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എപ്പോഴും അവനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ശരീരവും ഈ പ്രപഞ്ചത്തിൻ്റെ പാർട്ട് തന്നെയാണ്, അതാണ് ഞാനെന്നും പറഞ്ഞാണ് ഇരിപ്പ്. അപ്പോൾ പിന്നെ ലോകത്തിലുള്ള പല പല കാര്യങ്ങളും തനിക്ക് നേടിയെടുക്കണം. എന്നിട്ടോ എത്ര ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ഇവയെല്ലാം. അപ്പം ഈ ലോകത്തിൻ്റെ മിഥ്യാത്വം അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മിഥ്യയാണ് എന്നുള്ള ജ്ഞാനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആരാണോ ദേഹമാണ് ഞാൻ എന്നുള്ള ഭാവത്തിലിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ മിഥ്യാത്വം ഒന്നും മനസ്സിലാകില്ല. ബാഹ്യാർത്ഥ അനുഭവ പ്രസക്ത മനസ്സഃ, ബാഹ്യാർത്ഥ മനസ്സഃ പ്രസക്തഃ ബാഹ്യാർത്ഥ അനുഭവം. മനസ്സ് എപ്പോഴും, അങ്ങനെയുള്ള ഒരുവൻ്റെ മനസ്സ് ബാഹ്യ അർത്ഥങ്ങളിൽ, ബാഹ്യ വിഷയങ്ങളിൽ സക്തമായിട്ടിരിക്കുന്നു. അതിലേക്കാണ് മനസ്സിൻ്റെ പോക്ക്. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ബാഹ്യപ്രപഞ്ചത്തിലേക്ക് മനസ്സിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോകത്തിലെ കാണുന്ന ഈ വിവിധ വിഷയങ്ങളിൽ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ, എനിക്കത് വേണം, ഇത് വേണം, ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് കേട്ടാൽ പിന്നെ അതെങ്ങനെ തനിക്ക് തരപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചു പോകുകയാണ്. തത്തത് ക്രിയാ കുർവതഃ, അത് നേടിയെടുക്കാനുള്ള പെട്ടാപ്പാടിലാണ് പിന്നെ മുഴുവൻ സമയവും പിന്നെ പല കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ്, ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട്. എന്നിട്ട് പറയും, ഞാൻ വളരെ ബിസിയാണ്. എന്തോന്ന് ബിസി? തിരക്ക് ഒന്നുകിൽ ഇല്ലാത്തതിനെ നേടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നേടിയതിനെ സംരക്ഷിക്കാനായിട്ട്. ഈ രണ്ടിലുമാണ് ഇവിടെ തിരക്കെന്ന് പറയുന്നത്. അപ്പം മനസ്സ് ഇതിലെല്ലാം വെച്ചിരിക്കുന്നത് കൊണ്ടോ വേറെ ഒന്നിനും ഒരു സമയവും ഇല്ല. വേറെ ഒന്നിനും ഒരു സമയവുമില്ല. അപ്പം ബഹിർമുഖത ഉള്ളവന്, ശരീര താതാത്മ്യമുള്ളവന് എല്ലാം ഞാനാണ് എന്നുള്ള തിരിച്ചറിവ് സാധ്യമേ അല്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ബഹിർമുഖതയും അതുപോലെ തന്നെ ഈ ജ്ഞാനവും, ഇത് രണ്ടും കൂടി പറ്റില്ല. നമുക്ക് തോന്നും ജ്ഞാനിയാണ് എന്നൊക്കെ, പക്ഷേ ഇത് രണ്ടും കൂടി ഉണ്ട് എങ്കിൽ സാധിക്കില്ല. ഇനി എന്നിട്ടോ
സന്യസ്ത അഖില ധർമ്മ കർമ്മ വിഷയൈ നിത്യാത്മനാ സന്യസ്ത അഖില ധർമ്മ കർമ്മ വിഷയൈ നിത്യാത്മനിഷ്ഠാപരൈ തത്വജ്ഞൈ കരണീയം ആത്മനി സദാനന്ദേച്ഛുഭിഃ യത്നതഃ. സന്യസ്ത അഖില ധർമ്മ കർമ്മ വിഷയൈ നിത്യാത്മനിഷ്ഠാപരൈ തത്വജ്ഞൈ കരണീയം ആത്മനി സദാനന്ദേച്ഛുഭിഃ യത്നതഃ. കരണീയം, എന്താ ഇനി ചെയ്യേണ്ടത്? ലോകത്തിൻ്റെ മിഥ്യാത്വം മനസ്സിലാക്കണം. ഇത് സത്യമല്ല എന്നുള്ള കാര്യം. എന്നിട്ടോ തൻ്റെ പരിപൂർണ സ്വരൂപത്തെ മനസ്സിലാക്കണം. തൻ്റെ തനിസ്വരൂപം, നിൻ്റെ തനിസ്വരൂപം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയൂല്ലേ. പക്ഷേ എങ്കിൽ ആദ്യം തൻ്റെ അവരവരുടെ തനിസ്വരൂപം മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാകും മറ്റുള്ള അയാളുടെ തനിസ്വരൂപവും എൻ്റെ തനിസ്വരൂപവും രണ്ടും ഒന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാകും. അതിനായിട്ട് യത്നിക്കണം. യത്നതഃ കരണീയം. അതിന് പ്രയത്നിക്കാതെയൊന്നും ആ ഒരു തത്വത്തെ അറിയാനായിട്ട് സാധിക്കുകയില്ല. നല്ലതുപോലെ പ്രയത്നിക്കണം. ആരാ പ്രയത്നിക്കേണ്ടത്? സദാനന്ദ ഇച്ഛുഭിഹി. ഇച്ഛുഭിഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ആഗ്രഹമുള്ളവർ. എന്തിലാഗ്രഹമുള്ളവർ? സദാനന്ദ ഇച്ഛുഭിഹി. സദാനന്ദ നിരതനായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടണം. അല്ലാതെ കഥാനന്ദം, വല്ലപ്പോഴും ഒരിക്കലും ഒരാനന്ദം, അത് കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇരട്ടിയായിട്ടാണ്. കുറച്ച് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊരു ഭയമാണ്, ഇനി എന്താണാവോ അടുത്തത് കരയാൻ വരുന്നത്. കുറച്ച് ആനന്ദം, പിന്നെ ദുഃഖം, പിന്നെയും ആനന്ദം, പിന്നെ വലിയ ദുഃഖം. ഇങ്ങനെ ഈ മാറി മറിഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ആനന്ദമായിട്ട് കഴിഞ്ഞുകൂടുകയല്ലേ. അപ്പോൾ ആരാണോ സദാനന്ദം ആഗ്രഹിക്കുന്നത് അവരാൽ ഇത്തരത്തിലുള്ള പ്രയത്നം ചെയ്യണം. എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ലോകത്തിൻ്റെ മിഥ്യാത്വവും മനസ്സിലാക്കണം, ലോകത്തിൻ്റെ സത്യത്വവും സത്യമുണ്ട്. ഇതിൻ്റെ അധിഷ്ഠാനം സത്യമാണ്. അതുകൊണ്ടാണ് അല്ലേ ഏതൊക്കെ തോന്നലുകൾക്കും അതിന് ആധാരമായിട്ടൊരു വസ്തു ഉണ്ടായിരിക്കും. കയറ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്, കയറവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നത് കൊണ്ടാണ് അതിലെ പാമ്പിനെ നമ്മൾ ആരോപിച്ചത്. അപ്പോൾ അധിഷ്ഠാനം അവിടെ ഉണ്ടാകും. ആ അധിഷ്ഠാനം സത്യവുമാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ സത്യത്വം അത് ഞാനാണ് എന്നിങ്ങനെ മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സന്യസ്ത അഖില ധർമ്മ കർമ്മ വിഷയ. കുറേ കാര്യങ്ങളെ സന്യസിക്കണം. ഈ ലോകത്തിലുള്ള വിഷയങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഈ ലോകത്തിൽ നിന്ന് നേടാനായിട്ടുള്ള കർമ്മങ്ങൾ. ഇനി ഈ ലോകത്തുള്ള ഒരു കാര്യവും എനിക്ക് വേണ്ട, മതിയായി. പക്ഷേ എങ്കിൽ പരലോകത്തിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ആസ്വദിക്കാനുണ്ട്. അതും പറ്റില്ല. ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഒന്നും വേണ്ട. പരലോകത്തിനായിക്കൊണ്ടിട്ടുള്ള ധർമ്മവുമില്ല. ധർമ്മം എന്ന് വെച്ചാൽ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യും. ആ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുക? പരലോക പ്രാപ്തി. അതൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തോടു കൂടിയാണ് പലരും പല പുണ്യപ്രവൃത്തികളും ചെയ്യുക. പിന്നെയോ ഇവിടെ ചെയ്യുന്ന മറ്റു പ്രവൃത്തികളോ ഈ ലോകത്തിലെ പല കാര്യങ്ങളെ ഇല്ലാത്തതിനെ നേടിയെടുക്കാനോ ഉള്ളതിനെ സംരക്ഷിക്കുവാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഉപേക്ഷിക്കണം. സന്യസ്ത അഖില. അത്ര എളുപ്പമൊന്നുമല്ല, വളരെ വലിയ ഡിമാൻഡാണ് വെക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിലാണ് കുറച്ചൊരു ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് നാം എന്തുമാത്രം കാര്യങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ സദാനന്ദത എന്നുള്ള ഒരവസ്ഥ നേടിയെടുക്കണമെങ്കിൽ കുറച്ച് പ്രയത്നിക്കേണ്ടേ, വലിയ വില കൊടുക്കണം. അപ്പോൾ ആത്മനിഷ്ഠാപരത, നിത്യാത്മനിഷ്ഠാപരത അല്ലേ. സന്യസ്താഖില ധർമ്മ കർമ്മ വിഷയൈ നിത്യാത്മനിഷ്ഠാപരഃ തത്വജ്ഞൈഃ കരണീയമാത്മനി സദാനന്ദേച്ഛുഭിർയത്നതഃ. സദാനന്ദ ഇച്ഛുഭിയാണ് സദാനന്ദേച്ഛുഭിഹി ആയത്. സന്ധി വന്നതല്ലേ. സദാനന്ദേച്ഛുഭിഹി യത്നതഃ. പ്രയത്നിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ആത്മനിഷ്ഠാപരതയും അല്ലെങ്കിൽ സത്യനിഷ്ഠത്വവും ഒക്കെ നേടാൻ വേണ്ടിയിട്ട്. ആത്മസാക്ഷാത്കാരത്തിൽ ഒരിക്കലും ബഹിർമുഖതയില്ല. ബഹിർമുഖത ഉള്ളവന് ആത്മസാക്ഷാത്കാരം സാധ്യമല്ല. അപ്പം ഇത് പറഞ്ഞുവല്ലോ, ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയാണ്.
അപ്പോൾ ഈ ഉയർന്ന നില നേടിയെടുക്കണമെങ്കിൽ വളരെ വലുതായിട്ടുള്ള വില കൊടുക്കണം. ചില വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയി ഒരു ചായ കുടിക്കുകയാണ് എങ്കിലോ വളരെ വലിയ വില കൊടുക്കണം അതിന്. നമ്മൾ സാധാരണ ഒരു കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുന്നത് പോലെ ആയിരിക്കില്ല. നമ്മൾക്കറിയില്ല കേട്ടോ, കയറിയിട്ടുള്ളവർ പറയുന്നതാണ്. വളരെ വലുതായിട്ടുള്ള വിലയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ചിലപ്പോൾ അവിടെ സ്വീകരിക്കാൻ വരുന്നവരുടെയും ഓർഡർ എടുക്കാൻ വരുന്നവരൊക്കെ നമ്മളോട് വളരെ നല്ല മാന്യമായിട്ടാണ്, എപ്പോഴും ചിരിച്ച മുഖവും, അവരുടെ ആ ചിരിക്ക് പോലും വില കൊടുക്കണം. എങ്കിൽ അതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഈ ചായക്ക് ഇത്രമാത്രം വില വരുന്നത്. അവരുടെ ഡ്രസ്സ് എല്ലാം കൂട്ടും. അല്ലെങ്കിൽ സാധാരണ ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നത് പോലെയല്ല അല്ലേ? അപ്പോൾ അത്രമാത്രം ആ ഒരു വലിയ ഒരു നിലയിലാണ് ഇരിപ്പും ഒക്കെ അല്ലേ? അതിൻ്റെ ആ ഒരു മട്ടും ഭാവവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, സദാനന്ദ നിരത അല്ലെങ്കിൽ സദാനന്ദ നിരതനായിട്ട് കഴിയണമെങ്കിൽ ചുമ്മാതെ അങ്ങോട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിനും വലുതായിട്ടുള്ള വില കൊടുക്കണം. ചീപ്പ് വിലയ്ക്ക് ചീപ്പായിട്ടുള്ള സാധനങ്ങളെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മസാക്ഷാത്കാരത്തിൽ ബഹിർമുഖതയില്ല. നമ്മൾക്ക് ഒന്നുകൂടി ഇന്നെടുത്ത ശ്ലോകങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. ഒന്ന് വായിച്ചിട്ട് നിർത്താം. അന്തർബഹിസ്വം സ്ഥിരജംഗമേഷു ജ്ഞാത്വാത്മനാധാരതയാ വിലോക്യ त्यक्त्वाखिलोपाधिरखण्डरूपः पूर्णात्मनाय स्थित एष मुक्तः सर्वात्मदा बन्धविमुक्तिहेतुः सर्वात्मभावान्न परोऽस्ति कश्चित् दृश्याग्रहे सत्युपपद्यते सौ सर्वात्मभावोऽस्य सदात्मनिष्ठया दृश्यस्याग्रहणं कथं नु घटते देहात्मनातिष्ठतो बाह्यार्थानुभवप्रसक्तमनसः तत्तत्क्रियाः कुर्वतः सन्न्यस्ताखिलधर्मकर्मविषयैः नित्यात्मनिष्ठापरैः तत्त्वज्ञैः करणीयमात्मनि सदानन्देच्छुभिर्यत्नतः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ।